ഓർമ്മകൾ മുട്ടി വിളിക്കുന്നു വാതിലിനപ്പുറം സ്നിഗ്ധമാം കാലം. ഒന്നും മറക്കാതെ ഒട്ടും മറക്കാതെ തളിരിട്ടു നിൽക്കുമാ നല്ല കാലം. ഓർമ്മതൻ ഭാസുരകാലം. ഓർമ്മകൾ മുട്ടി വിളിക്കുന്നു. പണത്തിനു മീതെ പരുന്തും പറക്കും. എന്താ അങ്ങനെ ആയിക്കൂടെ? ഒന്നും മനസ്സിലായില്ല അല്ലേ? പറയാം. ആദ്യം ഈ നഗരത്തെക്കുറിച്ച്. കൊച്ചി. ഇപ്പോൾ ഞാനും ഈ നഗരവുമായി കൂടുതൽ ഇണങ്ങിയിരിക്കും. ചിറയൻകീഴുകാരനായ ഞാൻ എങ്ങനെയാണ് ഇവിടുത്തുകാരനായത്? ഒരുപാട് പ്രയത്നങ്ങളുടെയും യാത്രകളുടെയും കൈയടക്കലുകളുടെയും കീഴടക്കലുകളുടെയും അങ്ങനെ പലതിൻ്റെയും തീരുമാനത്തിന് പുറത്ത് ഒരുപാട് പേർ എനിക്ക് ശത്രുക്കളായി വന്നിട്ടുണ്ട്. ചില സമയം അവരെ വകവരുത്താൻ വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മണി അയാളൊരു സാധാരണ ഓട്ടോ ഡ്രൈവറായിരുന്നു. എന്നാൽ എൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായിരുന്നു അയാൾ. ആ ചീങ്കണ്ണിയോടൊപ്പമാണ് അവർ. അപ്പൊ പ്രശ്നമാണല്ലേ? ഒരു സഹപ്രവർത്തനെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ജൂനിയറായിട്ട് എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്താണ്. ഞാൻ ഇന്നും ആ പഴയ ആള് തന്നെ. എൻ്റെ യാത്ര നോക്കിയേ. 10 പേരിൽ ഒരാൾ മോശക്കാരനായാൽ മതി, ആ 10 പേർക്കും അത് ബാധിക്കും. വക്കീലന്മാർക്ക് അവനൊരു അപവാദമാണ്. ഗുഡ് മോർണിംഗ് സർ. സാർ ഈ ലെറ്റർ അയച്ചോട്ടെ? ആ ദിവസം ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒന്നായിരുന്നു. ഭാര്യയുടെ ഹാർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആ കടുത്ത തീരുമാനമെടുത്ത ദിവസം കൂടിയായിരുന്നു അത്. എന്തുകൊണ്ടോ മണിയുടെ അന്നത്തെ വരവും സംസാരവും എനിക്ക് തീരെ പിടിച്ചില്ല. ഞാൻ ആദ്യം അയാളെ ഒഴിവാക്കാൻ നോക്കി. എൻ്റെ ഒരു ക്ലയൻറ്റുമായുള്ള കേസിലെ കാരണക്കാരനാണ് അയാൾ. ഇൻഷുറൻസ് ക്ലെയിമിനായി ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഞാൻ ഇടപെട്ട് നടത്തിയിരുന്നു. ഇതറിഞ്ഞ മണി അതിനെപ്പറ്റി ചോദിച്ചറിയാൻ വന്നാണ്. സാറുണ്ടാ? മണി സംസാരിച്ച് കാടുകയാണ്. ആ അതൊക്കെ ഞാൻ അകത്ത് പറഞ്ഞോളാം. എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ സാറേ. രൂപ 1-2 അല്ല, 40,000 രൂപയാണ് അവർ കോംപ്രമൈസിനായിട്ട് ചോദിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണ ആക്ക് ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും? മണി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഓഹോ, അപ്പൊ നിങ്ങൾ വിചാരിച്ച നിരപരാധികളെയും കൊടുക്കാം അല്ലേ? ഇത് ശരിയാണോ സാറേ? അല്ല, ഈ എല്ലാ വക്കീലന്മാരും ഇത് തന്നെയല്ല ചെയ്യണത്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് വെടിവെച്ച് കൊല്ലുക. ഇതെന്തൊരു ലോകവും. നിങ്ങൾ എന്റെ ഓഫീസിന്റെ പുറത്തു പോയേ സാറേ. ഇങ്ങനെ ഉണ്ടാക്കണ കാശേ ശരീരത്തിൽ പിടിക്കൂല. സാറിന് മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റും. ഇനി ഇവിടെ കിടന്ന് കൂടുതൽ ഒച്ചെടുത്താലുണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കും. സാറേ, പോലീസുകാരെ വിളിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? 2 ആഴ്ച മുമ്പ് എന്റെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഒരു കാറുകാരനൊന്ന് ഇടിച്ച്. എന്റെ പേരിലെ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത് സൈഡിലെ മറ്റേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ വളരെ സാവധാനത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. ഹൈവേ ആയതുകൊണ്ട് വണ്ടികളൊക്കെ നല്ല സ്പീഡിലായിരുന്നു. കാർ ഓടിച്ചവൻ പൂര വെള്ളമായിരുന്നു. ഇടികൊണ്ട് എന്റെ വണ്ടിയും ഞാനും കൂടി 3-4 മലക്കം മറിഞ്ഞു. സാറേ, നമ്മളും കുറെ കുടിച്ചിട്ടുണ്ട്, ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നിർത്തിയിട്ടില്ല. കാരണം പറ്റാത്ത പണിക്ക് നമ്മൾ നിൽക്കാറില്ല. ഈ സാറും വേറെ 3-4 പോലീസുകാരും കൂടി കേസ് ഒരു ഡ്രൈവറെ വെച്ചിട്ട് കേസ് എന്റെ പേരിലാക്കി. ഇപ്പൊ ഞാൻ കയ്യിൽ നിന്ന് 40,000 ഇട്ട് കൊടുക്കുന്ന പറയണത്.
ഇതെന്ത് ന്യായമാണ് സാറേ? പണ്ട് ഞാൻ കുടിച്ച് ലക്ക് കെട്ട് കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് 2 പ്രാവശ്യം എന്റെ ലൈസൻസ് കട്ട് ചെയ്തതുമാണ് ഇപ്പോ നിങ്ങൾക്ക് പിടിവള്ളിയായത്. നീ ആരാ? നിർത്തണ പ്രസംഗം, വക്കീലോടെ എന്റെ കളി. ഏയ് പേടിപ്പിക്കല്ലേ സാറേ. സാറിന് തോന്നുന്നത് ചെയ്യ്. ആണായി പറഞ്ഞവനാണ്. അന്ന് ബഹളമുണ്ടാക്കി പിരിഞ്ഞ ശേഷം മണിയെ ഞാൻ കാണുന്നത് ഏകദേശം ഒരു 4 മാസത്തിന് ശേഷമാണ്. ഞാൻ മണിയെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്തത്. ആ മണിയുടെ ഫോട്ടോ കണ്ട് ഷീല തിരിച്ചറിഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിൽ പരിചയമുള്ള കാര്യം ഞാൻ അറിയണത്. ഷീലയെ എനിക്ക് നേരത്തെ അറിയാം സാർ. എന്റെ അനിയത്തിയുടെ ക്ലാസ്മേറ്റ് ആണ്. 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ എത്തിച്ചതിൻ്റെയും ഓട്ടോ കൂലി വാങ്ങിയില്ല എന്ന് ഷീല പറഞ്ഞു. ആ അത് സാരമില്ല സാർ, വേണ്ട. ഒരിക്കൽ ഷീല മാർക്കറ്റിൽ തലറങ്ങി വീണപ്പോ മണിയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലേ? അതെ സാർ. എവിടെ അപകടമോ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ വന്നാൽ ഞാൻ അതുവഴി പോകുന്നുണ്ടാവും. സാറ് വിശ്വസിക്കില്ല, ഏകദേശം ഒരു 10-20 കേസെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ജീവൻ രക്ഷിക്കാനായാൽ അതിലും വലിയ പുണ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു ദൈവഭക്തനൊന്നുമല്ല ഞാൻ. എല്ലാവരിലും ഉണ്ട് നല്ലതും ചീത്തയും. ഇന്ന് സാറ് നല്ലയാളാണ്, അന്ന് വേറെ ആളായിരുന്നു. സാറിനറിയോ, ഇതുപോലുള്ള ആക്സിഡന്റ് കേസുകൾ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരാളുടെ ബന്ധുക്കൾ എന്നെ ആക്രമിച്ചു. എന്റെ വണ്ടിയാണ് അവരുടെ അച്ഛനെ ഇടിച്ചതെന്ന് പറഞ്ഞു. പിന്നെ എന്നെ മനസ്സിലാക്കിയപ്പോൾ അയാൾ എന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. കുറെ പേർക്ക് രക്തം നൽകി സഹായിച്ചിട്ടുണ്ട്. സാറിന്റെ ഭാര്യ ഷീലയെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട് എന്റെ നട്ടെല്ലിന് ക്ഷതം പറ്റിയത്. ഇപ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ആ ആക്സിഡന്റിന് ശേഷം അപകടത്തിൽപ്പെടുന്നവരെ ഒക്കെ എടുക്കാൻ സാധിക്കുന്നില്ല. ആ ഷീലയ്ക്ക് എങ്ങനെയുണ്ട് സാർ? 50-50 ചാൻസ് ആണ്. പ്രാർത്ഥിക്കാനാണ് ഡോക്ടർമാർ പറയണത്. എന്റെ കയ്യിൽ പണം ആവശ്യത്തിനുണ്ട്. മണി അന്ന് പറഞ്ഞത് ശരിയാ. ഒരു പക്ഷേ ഞാനുണ്ടാക്കിയ പണം നല്ല രീതിയിലുള്ളതായിരിക്കില്ല. അയ്യോ സാറേ, ഞാനത് അന്ന് അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സൂക്ഷിക്കണമെന്നേ അർത്ഥമാക്കിയുള്ളൂ. പലപ്പോഴും അത് ശരിയാകാറുണ്ട്. എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നാൽ സാറിന്റെ വീടിന്റെ ബാൽക്കണി കാണാം. പലപ്പോഴും പാതിരാത്രിയിൽ സാറ് വെളുക്കുവോളം അവിടെ നിൽക്കുന്നത് കാണാം, ഉറങ്ങാൻ സാധിക്കാതെ. എന്റെ കാര്യം തന്നെ നോക്ക്. ഞാനൊരു നല്ലവനായിരുന്നില്ല. നിയന്ത്രണമില്ലാതെ കുടിച്ചാൽ വീട്ടിലുള്ള സാമഗ്രികളെല്ലാം അടിച്ചുടക്കുമായിരുന്നു. ഒരു TV പോലും വാങ്ങിയിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഭക്ഷണകാര്യത്തിൽ ദേഷ്യം വന്ന് അമ്മയുടെ മുഖത്ത് പാത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം എന്റെ ശല്യം സഹിക്ക വയ്യാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. അവളവിടെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു ബിൽഡിംഗ് സൈറ്റിൽ വെച്ച് എന്റെ 8 വയസ്സുകാരൻ മകൻ അപ്പവും പോയിരുന്നു. ലിഫ്റ്റിന് മുകളിൽ കയറിയവൻ കാൽ വഴി താഴെ വീണു. മോൻ മരിച്ചിട്ട് ഇത് 4ാം കൊല്ലമാണ്. തീർന്നു കാണില്ല സർ. ഞാൻ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളുടെ തിരിച്ചടികൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി എന്തുവരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. പഠിച്ചിരുന്നെങ്കിൽ താനൊരു വക്കീലോ ജേർണലിസ്റ്റോ ആയേനെ. കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായ ധാരണയിലാണ് അവതരിപ്പിക്കുന്നത്. അനുഭവമല്ലേ സാർ ഗുരു. പിന്നെ ദിവസവും പത്രം വായിക്കാറുണ്ട്, TV-യിൽ ന്യൂസും കാണാറുണ്ട്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ. സാറ് പറഞ്ഞത് ശരിയാണ്. സാറിനെ പോലൊരു വക്കീലാകാനാണ് എനിക്കാഗ്രഹം. അയ്യോ, എന്നെ പോലെയോ? മണി പറഞ്ഞ പോലെ ഒരുപാട് ക്രൂരതകൾ
ഞാനും ചെയ്തിട്ടുണ്ട്, വേറെ രൂപത്തിൽ. അതിലിപ്പോഴും ചിലത് തുടരുന്നുമുണ്ട്. എല്ലാ രംഗത്തും ഒന്നാമനാവണമെന്നായിരുന്നു എൻ്റെ കുഞ്ഞിലെയുള്ള ആഗ്രഹം. പലതും വളഞ്ഞ രീതിയിൽ നേടി. എൻ്റെ ഭാര്യ ഷീല ചില ചാരിറ്റബിൾ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ അവൾ ദാനം ചെയ്തു. ഞാൻ നേരെ തിരിച്ച. ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ അയാളിൽ നിന്നും എനിക്കെന്ത് കിട്ടും, എന്ത് ലാഭം നേടാം എന്നാണ് ഞാൻ ആലോചിക്കാറ്. ഒരുപക്ഷെ ഞാൻ ജീവിച്ചു വന്ന ചുറ്റുപാടായിരിക്കും. ദയയില്ല, ദാക്ഷിണ്യമില്ല. പിന്നെ ഞാൻ അധികം ആരെയും വിശ്വസിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ശിഷ്യന്മാർ കുറവാണ്. ജൂനിയേഴ്സിനെ പലപ്പോഴും ഞാൻ ഉയരാൻ അനുവദിക്കാറില്ല. പലരെയും പല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട് സർക്കിൾ കുറവാണ്. എന്റെ സ്വഭാവം അറിയാവുന്ന ആരും അതറിഞ്ഞുകൊണ്ട് തലവെക്കില്ല. ജോലിയിലെ പ്രശ്നങ്ങൾ, ഷീലയുടെ ആശുപത്രി കാര്യം, റിയൽ എസ്റ്റേറ്റ്, വാഹന കച്ചവടം, എന്തിന് നിലവിലില്ലാത്ത ചില കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ വരെയാണ് ഞാനിന്ന്. അല്ല, ഞാനിപ്പോ എന്തിനതൊക്കെ മണിയോട് പറയണേ? ശരിയാ, നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ അടുത്ത ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആശ്വാസം കിട്ടാറുണ്ട്. സത്യമാണ് സർ. ഇതുപോലെ ചില പരോപകാരങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിനൊരു സമാധാനം. രാത്രി എനിക്ക് നല്ല പോലെ ഉറക്കവും കിട്ടാറുണ്ട്. പിന്നെ ഒരു കാര്യം, ദാനം അപകടം തടയുമെന്നല്ലേ? എന്റെ കയ്യിൽ ഒന്നുമില്ല സർ ദാനമായി കൊടുക്കുവാൻ. ആർക്കെങ്കിലും അത്യാവശ്യമെന്ന് തോന്നിയാൽ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപക്ഷെ ഇതൊരു നിയോഗമായിരിക്കാം. ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം ഇതാണ് സർ. സമീപം കാണുന്ന ലാഭം നോക്കാതെ ഭാവിയിൽ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സംതൃപ്തി. അതായിരിക്കണം നമ്മുടെ സമ്പാദ്യം. സൈമൺ, റഫീഖാണ്. ഒരു പേര് നോട്ട് ചെയ്തു. മണി, ഓട്ടോ ഡ്രൈവറാ. നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷനിൽ. വണ്ടിയുടെ നമ്പർ KL7BM 2241. ഒരു 2 ആഴ്ച അവനകത്ത് കിടക്കട്ടെ. അവനൊരു എല്ല് കൂടുതൽ. ഇന്ന് രാവിലെ അവൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്ലയൻസിന്റെ മുമ്പിൽ വെച്ചിട്ടേ അവൻ ഒരുമാതിരി ചോദ്യം ചെയ്യലും ഞാൻ ആരാണെന്നൊരു ചോദ്യവും. അപ്പൊ ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നു. കിടക്കട്ടെ 2 ആഴ്ച. വൈകിട്ട് കാണാം. വകുപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇറങ്ങണം. എന്താണ് സർ? ആ ലൈസൻസ് എടുത്ത. അയ്യോ സാറേ, ഇത് തനിക്കല്ല, തന്റെ ഒരു ഫ്രണ്ടില്ലേ, ഒരു ഡയാലിസിസ് കേസ്.
ആ രാജു. ആ ഇത് അയാൾക്കുള്ളതാ. ഞാൻ ഡേറ്റും എമൗണ്ടും ഒന്നും എഴുതിയിട്ടില്ല. അയാൾക്ക് ആവശ്യമുള്ള പൈസ തനിക്കെടുക്കാം. താൻ ഏതായാലും ഒന്നും വെറുതെ വാങ്ങില്ല. പിന്നെ ഓട്ടോയുടെ പണിക്കൂലി ഞാൻ കൊടുത്തിട്ടുണ്ട്, താൻ കൊടുക്കണം. ആ പറഞ്ഞായിരുന്നു സർ. ഷീല അറിഞ്ഞോ? ആ ലോറി ഇടിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ആശുപത്രിയിലായിരുന്നു. അർദ്ധരാത്രി ചില അസ്വസ്ഥതകൾ. ആരും അറിയാതെ റോട്ടിലിറങ്ങി. അർദ്ധരാത്രി. കഴിഞ്ഞ ആഴ്ച. അതെ, ഒരു തമിഴ് ലോറി. ദേ അവിടെ അവള് വന്ന് വീണത്. എന്റെ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. ഇനിയെല്ലാം രണ്ടാമത് ആരംഭിക്കണം. നമ്മളിപ്പോ തുല്യ ദുഃഖിതരാ. തന്റെ മകൻ നഷ്ടപ്പെട്ടപ്പോ താൻ തിരിച്ചറിഞ്ഞു. എന്റെ ശീല പോയപ്പോ ഞാനും കുറേശ്ശെ തിരിച്ചറിയാം. ഇല്ല, ഞാൻ തോറ്റു കൊടുക്കില്ല. എനിക്ക് തോൽവി സമ്മതിക്കാൻ പറ്റില്ല. പക്ഷേ തന്റെ കേസില് ഞാൻ തോക്കാൻ തീരുമാനിച്ചു. ആദ്യമായി. തനിക്ക് പണം നഷ്ടമാവില്ല എന്നു മാത്രമല്ല, ചിലപ്പോ കൂടുതൽ കൈ കിട്ടിയേക്കും. ഒരു മീറ്റിംഗ് ഉണ്ട്. ഷീല തുടങ്ങി വെച്ച ചില ചാരിറ്റബിൾ പരിപാടികൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നോക്കാം. സുഹൃത്തുക്കൾ തമ്മിൽ താങ്ക്സ് പറയാം. ജീവിതമാകും വഴിയിലൂടെ ഏകനായേറെ നടന്നു പോയി. ജീവിതമാകും വഴിയിലൂടെ ഏകനായേറെ നടന്നു പോയി. ആത്മബന്ധങ്ങൾ അന്നൊക്കെ തീർത്തൊരാനന്ദമെല്ലാം ഞാൻ ഓർത്തുപോയി. ഓർമ്മകൾ മുട്ടി വിളിക്കുന്നു. ലോകമേ നീ മാറിയെന്നറിഞ്ഞില്ല ഞാൻ. എങ്കിലും എന്നെ വെറുക്കരുതേ. ലോകമേ നീ മാറിയെന്നറിഞ്ഞില്ല ഞാൻ. എങ്കിലും എന്നെ വെറുക്കരുതേ. നീ തന്നതാകുമീ ജന്മവും ജീവനുമീ സർഗധാരയിൽ വീണലിയും